Hello, good morning guys. Happy Easter and welcome to my YouTube channel. സോ അപ്പോൾ ഇന്ന് ഈസ്റ്ററായിട്ട് നമ്മളിവിടെ ഒറ്റയ്ക്കാണല്ലോ, നാട്ടിൽ പോലെ അങ്ങനെ വലിയ കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനൊന്നും ഇന്നില്ല. സോ അതുകൊണ്ട് ഞാനും എൻ്റെ ഹൗസ് മേറ്റും നമ്മൾ തീരുമാനിച്ചു ഓക്കെ ഇന്നെന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ബിരിയാണി അതൊക്കെ കുറച്ച് പണിയായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു കുറച്ച് കപ്പയും ബീഫും ഉണ്ടാക്കാമെന്ന്. സോ അങ്ങനെ ഞങ്ങൾ അതിനുള്ള പരിപാടിയിലാണ്. സോ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20-25 മിനിറ്റ്സ് ഉണ്ട്. മെയിൻ പാരീസിൽ തന്നെയാണ്. സോ അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇന്ത്യൻ ഗ്രോസറീസ് എല്ലാം അവിടെ കിട്ടും. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് ഞാനിന്ന് പോവാണ്. അപ്പോൾ നിങ്ങളെ കൂടെ അവിടെ ആ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. സോ ഇനി അവിടെ എത്തിയിട്ട് കാണാം. സോ അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്തി. ഇതിവിടുത്തെ വൺ ഓഫ് ദ മെയിൻ സ്റ്റേഷനുകളിലൊന്നാണ്. ഇവിടെ നിന്ന് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻസും പിന്നെ മറ്റ് കൺട്രികൾസ് UK അങ്ങനെയുള്ള പല കൺട്രികളിലേക്കുള്ള ട്രെയിൻ ഇവിടെ നിന്നാണ് പോകുന്നത്. സോ ഇവിടെ മിക്കപ്പോഴും ഭയങ്കര തിരക്കാണ്. പിന്നെ ഇന്ന് വീക്കെൻഡ് കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ നിന്നുള്ള എക്സിറ്റ് വഴിയാണ് നമ്മൾ ആ സ്ട്രീറ്റിലേക്ക് പോകുന്നത്. അത്ര പകൽ കുഴപ്പമില്ല, പക്ഷേ രാത്രിയിൽ ആ സ്ട്രീറ്റ് അത്ര സേഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ കാണുന്ന ആ ഒരു സ്ട്രീറ്റ്, ഇവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഈ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തുടക്കം ഇവിടെ നിന്നാണ്. നിങ്ങൾക്ക് കാണാം റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഞാനിവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായി. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു സ്ട്രീറ്റിൽ വന്നപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ നാട്ടിൽ നിന്നുള്ള പാരീസ് എന്ന് പറയുമ്പോൾ ഉള്ള ആ ഒരു എക്സ്പെക്റ്റേഷനും കാര്യങ്ങൾ വെച്ച് വന്നിട്ട് ഈ ഒരു ഇന്ത്യൻ സ്ട്രീറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വസിക്കാൻ പറ്റാത്ത പോലെയൊക്കെ ആയിരുന്നു. കാരണം ആ റെസ്റ്റോറൻറ്റ്സിൻ്റെ പേരുകൾ, പിന്നെ ആ കടകൾ, ഫുഡ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മൾ നാട്ടിൽ കാണുന്ന അതേ ഒരു ഫീലായിരുന്നു. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ അതൊരു നമുക്ക് യൂസ്ഡ് ആയിട്ടുണ്ട്. ആക്ച്വലി ഇതൊരു നല്ല കാര്യമാണ്. കാരണം നാട്ടിൽ നിന്ന് വരുമ്പം നമുക്ക് ഇപ്പം തന്നെ ഇപ്പോൾ ഫ്ലൈറ്റ്സ് കുറേയൊക്കെ ലഗേജൊക്കെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ സാധനങ്ങൾ ഇതേപോലെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പൈസസ് അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. സോ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z എന്ത് വേണം, ഇന്ത്യൻ ഗ്രോസറീസ് എന്ത് വേണം അതെല്ലാം ഇവിടെ കിട്ടും. ഇവിടെ ചേട്ടൻ നിന്ന് പൊറോട്ടയൊക്കെ അടിക്കുന്നുണ്ട്. നമ്മൾ മിക്കപ്പോഴും ഇവിടെ വരാറുണ്ട്. നമുക്ക് പൊറോട്ട കഴിക്കണമെന്നൊക്കെ ഉള്ളൊരു ആഗ്രഹം തോന്നുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ വന്ന് കഴിക്കാറുണ്ട്. ഒരുവിധം നല്ല ഫുഡാണ്. ക്വാളിറ്റി നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേ ഒരു സെയിം ടേസ്റ്റ് ഒരു 80% അതേപോലെയൊക്കെ തന്നെയാണ്. പിന്നെ ആകെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നമ്മൾ യൂറോ ഇന്ത്യൻ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്ടിരിക്കാൻ നോക്കണം. കാരണം നമ്മളങ്ങനെ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പം പൈസ കൂടുതലായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നാട്ടിൽ ഓബിയസ്ലി ആ ഒരു ഇന്ത്യൻ റുപ്പിയും യൂറോയും തമ്മിൽ നല്ല വ്യത്യാസം ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ആ ഒരു പൈസയായിട്ട് കൺവേർട്ട് ചെയ്യാതിരിക്കുന്നത് നല്ലത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് കോസ്റ്റ്ലി ആയിട്ട് തോന്നും. പക്ഷേ ചില സാധനങ്ങൾ ഓഫ് കോഴ്സ് കോസ്റ്റ്ലി ആണ്. സോ അപ്പം നമ്മൾ വന്നത് കപ്പ മേടിക്കാനാണ്. ഞാനിത് ആദ്യമായിട്ടാണ് വാങ്ങിക്കാൻ വരുന്നത്. ഇതിനു മുമ്പ് ഞാനായിട്ട് പോയി വാങ്ങിച്ചിട്ടില്ല. ഫ്രണ്ട്സ് ആരെങ്കിലും വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ ഇതിലേതാ നല്ലതെന്ന് നോക്കി എടുക്കാൻ എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ എന്നാലും നോക്കാം. ഞാൻ മിക്കതും ഗ്രോസറീസ് എല്ലാം മേടിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. പക്ഷെ അത് ഫ്രഞ്ച് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് അവിടെ ഈ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ കാര്യങ്ങളൊന്നും അവിടെ കിട്ടില്ല. ഞാനിവിടെ വരുന്നത് മെയിൻലി നമ്മുടെ റൈസ് മേടിക്കാൻ വരും. പിന്നെ പച്ചമുളക്, പിന്നെന്താ കറി ലീവ്സ്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് അവിടെ കിട്ടില്ല. സോ അപ്പോൾ അത് മേടിക്കാനൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ട്. ഇതുവഴി നടക്കുമ്പോൾ നമ്മൾ നാട്ടിൽ അവർ മാർക്കറ്റിലൂടെ എങ്ങനെ നടക്കുന്നു ആ ഒരു ഫീലാണ് ഇവിടെ ഇതുവഴി പോകുമ്പം കിട്ടുന്നത്.
ഇനി നിങ്ങളെ ഞാൻ ഗ്രോസറി ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഞാൻ ആദ്യമായിട്ട് വന്നപ്പോൾ എൻ്റെ റൂംമേറ്റ്സ് അവർ തന്നെ ഇവിടെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് കാണിച്ചു തരാനൊക്കെ ആയിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഷോപ്പിനുള്ളിൽ കയറിയപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനിത് നാട്ടിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുവാണോ. ഞാൻ നാട്ടിലെ മമ്മിയായിട്ട് ഞാൻ ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകാറുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഇത് നാട്ടിലെ ആ ഒരു അതേ സെയിം ഷോപ്പിൽ നിൽക്കുന്ന ആ ഒരു ഫീലാണ് കിട്ടിയത്. കാരണം നമ്മൾ ആദ്യമൊക്കെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ ഒരു ഷോപ്പിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെയാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു ഇന്ത്യൻ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കിട്ടും അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ വന്നപ്പം ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ എന്തെങ്കിലും ഷോപ്പായിരിക്കും, അവിടെ ഈ ഇന്ത്യൻ ഗ്രോസറീസ് എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഈ ഒരു ഹോൾ സ്ട്രീറ്റ് ഫുള്ള് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഷോപ്സ്, ഡ്രസ്സ് അതൊക്കെ കണ്ടപ്പം ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്കത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്ത് ഇപ്പോഴാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൂടെയും പിന്നെ റീൽസിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് ആളുകൾക്ക് അറിയാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇതേപോലുള്ള ഇന്ത്യൻ സ്റ്റോർസ് അല്ലെങ്കിൽ മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. പക്ഷേ ഞാൻ ഒരു 4 വർഷം മുന്നേ വന്നപ്പോൾ അത്രയും ഇൻസ്റ്റഗ്രാം റീൽസോ കാര്യങ്ങളോ ഒന്നും ഭയങ്കര ആക്റ്റീവായിട്ടുള്ള സമയമായിരുന്നില്ല. അപ്പം ഞാനതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. സോ ഞാൻ ആദ്യമായിട്ട് പേഴ്സണലി അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മാർക്കറ്റ് മാത്രമല്ല, വേറെ പല സ്ട്രീറ്റുകളിലും പല പല കൺട്രീസിൻ്റെ മാർക്കറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. പാരീസിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചൈനീസ് സ്റ്റോർസ് ആയിരിക്കും, ഫുള്ള് ചൈനീസ് സൂപ്പർ മാർക്കറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ പല പല ഭാഗത്തായിട്ട് പല പല രാജ്യങ്ങളിലെ മാർക്കറ്റ് എല്ലാം കാണാൻ സാധിക്കും. കാരണം പാരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പല മാർക്കറ്റുകളും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാനങ്ങനെ കപ്പയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി വീട്ടിൽ ചെന്ന് ഓൾറെഡി എൻ്റെ ഫ്രണ്ട് അവിടെ ബീഫ് റോസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി ഞാനിത് ഇതൊന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. സോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. സോ അങ്ങനെ എൻ്റെ ഫ്രണ്ട് മഹേഷ് ഉണ്ടാക്കിയ ബീഫ് റോസ്റ്റാണിത്. പിന്നെ കപ്പ കണ്ടാൽ കപ്പയായിട്ട് തോന്നത്തില്ല, കാരണം ഞാൻ ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ച് അതൊരു ഓവർ കുക്ക്ഡായിപ്പോയി. ഹലോ. സോ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റും കപ്പയൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഉണ്ടാക്കിയ കപ്പ കുറച്ച് ഓവർ കുക്ക്ഡായി പോയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ബീഫും കപ്പയും എല്ലാം കൂടെ. സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ടിൽ ദെൻ